സൂക്ഷ്മദർശിനി സിനിമയെപ്പറ്റി പറയുന്നതിന് മുമ്പ് ഒരു ഫ്ലാഷ് ബാക്കിലേക്ക് പോവാം. ഒരു 1-2 വർഷം മുൻപാണെന്ന് തോന്നുന്നു MC ജിതിൻ്റെ രണ്ടാമത്തെ സിനിമയ്ക്ക് വേണ്ടിയിട്ട് ഒരു ലൊക്കേഷൻ ആവശ്യമുണ്ട് എന്നതിലൊരു പോസ്റ്റർ പല സിനിമാ ഗ്രൂപ്പുകളിലും വന്നിരുന്നു. ഒരു ഗ്രാഫിക്കൽ റെപ്രസെൻറ്റേഷൻ കൊടുത്ത് ഒരു സ്ഥലത്തൊരു പ്ലാനൊക്കെ കൊടുത്ത് ഈ രീതിയിലുള്ളൊരു സ്ഥലമാണ് ഞങ്ങൾ ഉദ്ദേശിക്കുന്നത്, ഇത് എവിടെയെങ്കിലും ഉണ്ടെങ്കിൽ അറിയിക്കൂ എന്നൊരു പോസ്റ്ററായിരുന്നു അത്. അതിന് താഴെ കമൻറ്റിനോ അല്ലെങ്കിൽ കമൻറ്റ് റിപ്ലൈ ആയിട്ടോ ഒരു ഡയലോഗുണ്ട്. ഗംഭീര സബ്ജക്റ്റാണിത്, ഇറങ്ങുമ്പോൾ ഷുവർ ഹിറ്റായിരിക്കും എന്നൊരു ഡയലോഗ്. അന്ന് ഞാൻ ആ പോസ്റ്റർ കണ്ടപ്പോൾ അല്ലെങ്കിൽ അതിന് താഴത്തെ കമൻറ്റ് വായിച്ചപ്പോൾ നോട്ട് ചെയ്തൊരു കാര്യമാണ്. കാരണം സിനിമ വന്നിട്ടില്ല, സിനിമയുടെ ഒരു ഫസ്റ്റും പോസ്റ്ററോ ട്രെയിലറോ ടീസറോ ഒന്നും വന്നിട്ടില്ല. പക്ഷേ ആ സബ്ജക്റ്റിൻ്റെ കെട്ടുറപ്പ് കൊണ്ട് അല്ലെങ്കിൽ അത് ഗംഭീരമാണെന്ന് പറഞ്ഞുകൊണ്ട് സിനിമ എങ്ങനെ മികച്ചതാകും എന്നൊരാൾക്ക് പറയാൻ കഴിഞ്ഞു എന്നൊരു സംശയം എനിക്കുണ്ടായി. ആ സിനിമയ്ക്കായി ഞാൻ വെയിറ്റ് ചെയ്യുകയും ചെയ്തു. MC ജിതിൻ്റെ ആ സിനിമയായിരുന്നു സൂക്ഷ്മദർശിനി. അന്ന് ആരാണ് ആ കമൻറ്റ് ഇട്ടതെന്ന് എനിക്ക് ശരിയായിട്ട് ഓർമ്മിക്കുന്നില്ല. പക്ഷേ ആരാണെങ്കിലും അയാൾ പറഞ്ഞത് 100% സത്യമായ കാര്യമാണ്. മലയാള സിനിമയിൽ മെമ്മറീസ്, ദൃശ്യം, കിഷ്കിന്ധാകാന്ഡം എന്നീ ത്രില്ലറുകൾക്കൊപ്പം വെക്കാൻ കഴിയുന്ന ഒരു ഗംഭീര ത്രില്ലറാണ് സൂക്ഷ്മദർശിനി. വളരെ നിസ്സാരമെന്ന് തോന്നിക്കുന്നൊരു കഥയാണ് സിനിമയ്ക്കുള്ളത്. നായികയായ പ്രിയയും കുടുംബവും പിന്നെ സുഹൃത്തുക്കളും ചുറ്റുവട്ടക്കാരെല്ലാമായി ഒരു ഹൗസിംഗ് ബോർഡിൽ താമസിക്കുകയാണ്. അവിടെ പുതുതായി ഒരു മാനുവൽ എന്നൊരാൾ അമ്മയോടൊപ്പം താമസിക്കാൻ എത്തുന്നു. പക്ഷേ മാനുവലിൻ്റെ പെരുമാറ്റങ്ങളിലും അല്ലെങ്കിൽ പല കാര്യങ്ങളിലും ഈ പ്രിയയ്ക്ക് സംശയം തോന്നുന്നു. പ്രിയ അത് അന്വേഷിക്കുന്നു. ഒരു വീട്ടമ്മയുടെ, ഒരു പരദൂഷണം പറയുന്ന, അയലത്തെ പ്രശ്നങ്ങളിൽ ആകുലപ്പെടുന്ന ഒരു വീട്ടമ്മയുടെ ഒരു സാധാ അന്വേഷണം. പക്ഷെ അത് ചെന്ന് നിൽക്കുന്നത് ഒരു ഗംഭീരമായ പ്ലോട്ട് ട്വിസ്റ്റുകളിലേക്കും പിന്നീട് വലിയ വലിയ സംഭവങ്ങളിലേക്കുമാണ്. സമീപകാലത്ത് ഇറങ്ങിയ നല്ല ത്രില്ലറുകൾ അല്ലെങ്കിൽ മലയാള സിനിമയിൽ ഓർത്തു വെക്കാൻ പാകത്തിലുള്ള എല്ലാ ത്രില്ലറുകളും കഥ പറയുന്നത് കുറച്ച് സീരിയസ് ആയിട്ടാണ്. പൊതുവേ അത്രയും ത്രില്ലിംഗ് മൂഡിലേക്ക് കൊണ്ടുവന്ന് ഒരു നല്ല ഒരു ത്രില്ലിംഗ് മൂഡിൽ തന്നെയാണ് കഥ പറഞ്ഞു പോകുന്നത്. സൂക്ഷ്മദർശിനി അതിൽ നിന്നെല്ലാം എങ്ങനെ വ്യത്യാസപ്പെട്ടെന്ന് ചോദിച്ചാൽ ആദ്യത്തെ ഉത്തരം ഒരു കേരളീയത അല്ലെങ്കിൽ ഒരു കേരളീയ പ്രാദേശികത ആ സിനിമയിൽ കൊണ്ടുവന്നു എന്നുള്ളതാണ്. നമ്മൾ പലപ്പോഴും പറയുന്ന അയൽവക്കത്തെ കുറ്റി നോക്കുന്ന, കറണ്ട് പോകുമ്പോഴാവട്ടെ അല്ലെങ്കിൽ ഒച്ച ഉണ്ടാകുമ്പോഴൊക്കെ അയൽവക്കത്തെ പറ്റി ഏറ്റവും കൂടുതൽ ആകുലപ്പെടുന്ന വീട്ടമ്മമാരുള്ള കേരളത്തിലേക്ക് അല്ലെങ്കിൽ അവർക്കിടയിലേക്ക് ഒരു കഥ പ്ലേസ് ചെയ്യുന്നതിലാണ് ഇതിലെ ഏറ്റവും വലിയ വിജയം. 2, ഒരു ത്രില്ലിംഗ് ആയിട്ടുള്ള ഒരു വലിയ എലമെൻറ്റിനെ എത്രമാത്രം കോമിക്കലായി, വളരെ സട്ടിലായി, വളരെ കുറഞ്ഞ ക്യാരക്ടറുകൾക്കുള്ളിൽ നിന്ന് തന്നെ എങ്ങനെ ഹാൻഡിൽ ചെയ്യാം എന്നൊരു വലിയ ഉദാഹരണമാണ് സൂക്ഷ്മദർശിനി. അതുമാത്രമല്ല, ഈ കോമിക്കൽ ആസ്പെക്റ്റിൽ നിലനിൽക്കുമ്പോൾ തന്നെ ഒരു ത്രില്ലറിൻ്റെ ടെൻഷൻ കൈവിടാതെ അത്രയും ഗ്രിപ്പിംഗ് ആയി സിനിമ കൊണ്ടുപോയി അവസാനിപ്പിക്കുകയും ചെയ്യുന്നുണ്ട്. നസ്രിയും ബേസിലും നന്നായി തന്നെ അവരുടെ വേഷം ചെയ്തെങ്കിലും എടുത്തു പറയേണ്ടത് സിനിമയിലെ കുറച്ച് സഹനടന്മാരാണ്. പൂജ മോഹൻരാജ്, അഖില ഭാർഗവൻ, ദീപക് പറമ്പോൾ, സിദ്ധാർത്ഥ് ഭരതൻ, മെറിൻ ഫിലിപ്പ് എന്നിവരുടെ സഹതാരനിര ഗംഭീരമായി സിനിമയ്ക്ക് ഗുണം ചെയ്തിട്ടുണ്ട്. പ്രത്യേകിച്ച് സിനിമയുടെ 3rd ആക്ടിലേക്ക് എത്തുമ്പോൾ ഒരു സീനിൽ സിദ്ധാർത്ഥ് ഭരതൻ, പൂജ മോഹൻരാജ്, അഖില ഭാർഗവൻ എന്നീ 3 പേരുടെ ഒരു കൺഫ്യൂഷൻ കോമഡി ഒരു എലമെൻ്റ് ഉണ്ട് അതിൽ ഗംഭീരമായിട്ട്. അതായത് ഒരു ത്രില്ലിംഗ് മൊമെൻറ്റിൽ, സിനിമയുടെ ഏറ്റവും പിവോട്ടലായ ഒരു മൊമെൻറ്റിൽ, അത്രയും ത്രില്ലിംഗ് ആയ ഒരു മൊമെൻറ്റിൽ എങ്ങനെ കോമിക്കൽ ഒരു ആസ്പെക്റ്റ് വർക്കൗട്ട് ചെയ്യാമെന്നതിൻ്റെ വലിയ ഉദാഹരണമാണത്. പ്രമേയത്തിന് ശേഷം ക്രിസ്റ്റോ സേവ്യർ ഗംഭീരമായി പണിയെടുത്ത സിനിമയാണ് സൂക്ഷ്മദർശിനി. അത് ടെൻഷൻ ബിൽഡപ്പിലാവട്ടെ, ത്രില്ലിങ്ങിലാവട്ടെ അല്ലെങ്കിൽ കോമിക്കൽ എലമെൻറ്റിലാവട്ടെ എല്ലാം ഗംഭീരമായി തന്നെ അയാൾ ഡെലിവറി ചെയ്തിട്ടുണ്ട്. MC ജിതിൻ്റെ ആദ്യ സിനിമയായ നോൺസെൻസ് ഇഷ്ടപ്പെട്ട സിനിമയാണെങ്കിലും സൂക്ഷ്മദർശിനിയിലൂടെ അദ്ദേഹം ഞെട്ടിച്ചു. ശരിക്കും ഒരു ഹിച്ച്കോക്ക് വൈബുള്ള, വേണമെങ്കിൽ റിയർ വിൻഡോ എന്ന സിനിമയ്ക്ക് ഹോമേജ് കൊടുക്കാൻ രീതിയിലുള്ള ഒരു ഗംഭീര സിനിമയാണ് സൂക്ഷ്മദർശിനി. ഒരു കൗതുകം തോന്നുന്നൊരു വാർത്തയിൽ നിന്ന് അല്ലെങ്കിൽ ഒരു വരിയിൽ നിന്ന് ഇത്രയും ത്രില്ലിംഗ് ആയ സ്ക്രിപ്റ്റ് എഴുതിയുണ്ടാക്കിയ എഴുത്തുകാരായ ലിബിനും അതുൽ രാമചന്ദ്രനും ഒരു കൈഡി അർഹിക്കുന്നുണ്ട്. കഴിഞ്ഞ വെള്ളിയാഴ്ച റിലീസ് ചെയ്ത ഈ സിനിമ കാണാനും അതിൻ്റെ അഭിപ്രായം പറയാനും ഞാൻ വൈകി എന്നെനിക്കറിയാം. പക്ഷേ നിങ്ങളാരും അത് മിസ് ചെയ്യരുത്. കാരണം തിയേറ്ററിൽ കിഷ്കിന്ധാകാന്ഡത്തിന് ശേഷം ഈ വർഷം വന്ന ഏറ്റവും വലിയ ഗംഭീര ത്രില്ലറാണ് സൂക്ഷ്മദർശിനി. സോ ഡോണ്ട് മിസ് ഇറ്റ്, വാച്ച് ഇറ്റ് എസ് ആപ്പ്.